السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബർക്കത്തുകൾ അല്ലാഹു നൽകട്ടെ. നമ്മുടെ മനസ്സിലുള്ള സർവ മുറാദുകളെയും അല്ലാഹു ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റിത്തരട്ടെ. പരിശുദ്ധ റജബ് മാസം നമുക്കറിയാം അല്ലാഹുവിന്റെ മാസമാണ്. വലിയ മഹത്വം നൽകിയ ഒരു മാസമാണ്. ഒരുപാട് ബർക്കത്തുകൾ ഇറങ്ങുന്ന മാസമാണ്. ബർക്കത്തിന് ചോദിക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച മാസമാണ്. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം. അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കുക. മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലുക. ഫീ ഷഹ്രി റജബ്, റജബ് മാസത്തില്, റജബ് മാസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, റജബ് മാസം എത്തിയാൽ നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണേ. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, നിർബന്ധമാക്കിയാൽ, എല്ലാ ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന നൂറുകണക്കായ പ്രയാസങ്ങള്, വിഷമങ്ങള്, ബുദ്ധിമുട്ടുകള്, ടെൻഷനുകള്, ഹമ്മുകള്, ദുഃഖങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. അവന്റെ ജീവിതത്തിൽ ഒരു ഹമ്മും ഉണ്ടാവൂല, ഒരു ദുഃഖവും, ഒരു സങ്കടവും, ഒരു പ്രയാസം, ഒരു വിഷമവും, ഒരു ടെൻഷനും അല്ലാഹു കൊടുത്ത് പരീക്ഷിക്കൂല. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വർസഖൂ മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സമ്പത്തും, എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു നൽകും. അപ്പൊ ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമുള്ളൊരു ആയുധമാണ്. അപ്പൊ ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലണം. നമുക്കൊരു അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ മഹത്തായ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം,
أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي
صلى الله على محمد صلى الله عليه وسلم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ഇനി പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ മഹാന്മാര് പരിശുദ്ധമായ റജബ് മാസത്തില് 70 വട്ടം രാവിലെയും വൈകുന്നേരം ചൊല്ലണമെന്ന് പറഞ്ഞ ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും ചൊല്ലുക. മനിസ്തഗ്ഫറല്ലാഹ ഫീ റജബിൻ 70 മറ ബിൽ ഖദാതി വ 70 മറ ബിൽ അശി. ഒരാള് റജബ് മാസത്തിലെ രാവിലെയും വൈകുന്നേരം 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വലാ തമസ്സുഹു നാർ ബി ബറകത്തി റജബ്, റജബ് മാസത്തിലെ ബർക്കത്ത് കൊണ്ട് അവൻ നരകത്തിൽ പ്രവേശിക്കില്ല, അവന്റെ ശരീരം നരകം തൊടില്ല എന്ന് പറഞ്ഞ മഹത്തുക്കളെ പറഞ്ഞ ഒരു ഇസ്തിഗ്ഫാറാണ് ചൊല്ലാൻ പോകുന്നത്. 70 വട്ടാണ് ചൊല്ലുന്നത്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 اللهم اغفر لي وتب علي اللهم اغفر لي وتب علي اللهم اغفر لي وتب علي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي പ്രിയപ്പെട്ടവരെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുകയും മജ്‌ലിസിലുള്ള ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ഈ മജ്‌ലിസ് കഴിയലോടുകൂടെ ഒക്കെ മാറണം. എന്തെല്ലാം ഉദ്ദേശങ്ങളും മനസ്സിലുണ്ട്, മുറാദുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹ് പൂർത്തിയാക്കി തരണം. നല്ല ആത്മാർത്ഥമായി ആമീൻ ചൊല്ലുക. പരിശുദ്ധമായ റജബ് മാസമാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്, ബർക്കത്തുള്ള മാസമാണ്, ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലേണ്ട മാസമാണ്. എല്ലാം കൊണ്ടും ധന്യമായ മഹത്തായ ഒരു മാസത്തിലാണ് ദുആ ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഇവിടെ ദിക്റുകള്, ഇസ്തിഗ്ഫാറുകള്, സ്വലാത്തുകള് ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. رحمانا يا الله، رحيما يا الله، غفورا يا الله، غفارا يا الله. ഞങ്ങളുടെ മജ്‌ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളെ, തഹ്ലീലുകളെ, സ്വലാത്തുകളെ എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ അദ്കാർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ്വ തിന്മകള്, തെറ്റുകുറ്റങ്ങള്, ദോഷങ്ങള്, പാപങ്ങള് പടച്ചവനെ, പാവികളാണ്, സാധുക്കളാണ്, വിവരം കുറഞ്ഞ ആളുകളാണ്. ഞങ്ങൾക്ക് നീ വിട്ടു പുറത്ത് മാഫ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്ത് മാഫ് നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് ഞങ്ങൾക്ക് നീ ബലാ നൽകല്ലേ അല്ലാഹ്. മുസീബത്ത് ഇറക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗം നൽകല്ലേ അല്ലാഹ്. അപകടങ്ങൾ, ദുരന്തങ്ങൾ നൽകല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാഹ്. പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മാസത്തിൽ തന്നെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ദിക്റുകൾ ചൊല്ലിയ, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയ, തഹ്ലീലുകൾ ചൊല്ലിയ, സ്വലാത്തുകൾ ചൊല്ലിയ ഒരുപാട് സഹോദര സഹോദരിമാര് ഈ മജ്‌ലിസിലുണ്ട്. പാവികളാണ്, സാധുക്കളാണ്. പടച്ചവനെ, നീ കൈവിടല്ലേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. വദൂദായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാര്, സഹോദര സഹോദരിമാര്, പെങ്ങന്മാര്, കുടുംബക്കാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭക്ഷണം നൽകിയവര്, വസ്ത്രം നൽകിയവര്, പണം നൽകിയവര്, പാനീയം നൽകിയവര്, ഞങ്ങളെ സഹായിച്ചവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ, താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകി നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ കാണാത്ത, ഞങ്ങൾ അറിയാത്ത, ഞങ്ങളുടെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ ചൊല്ലിയ ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ്. കാമിലായ അജ്ലായ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ക്യാൻസറിന്റെ ഒരു അംശം പോലും നൽകല്ലേ അല്ലാഹ്. ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, മൂത്ര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, വയറ് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹാർട്ടിനൊരു ബ്ലോക്കും ഒരു തകരാറും നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് മരണം നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാഹ്. ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കരളിനിക്ക് ഒരു പ്രയാസവും നീ നൽകല്ലേ അല്ലാഹ്. മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രഷറും പ്രമേയും ഷുഗറും നീ നോർമലാക്കി തരണേ അല്ലാഹ്. വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ പുറത്തുള്ള വേദനകൾ, മുട്ടുവേദന, കാലുവേദന, നെഞ്ഞുവേദന, കൈകാല് വേദനകൾ, കണ്ണുവേദന, മൂക്കുവേദന, ചെവിവേദന, പല്ലുവേദന,
തലവേദന, സർവ്വവേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ലാതെ നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനേ, അർഹമുർ റഹീമായ അല്ലാ, മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോട് കൂടി എല്ലാ കടങ്ങളും കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തില് മുത്തുനബിയുടെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം തൗഫീഖ് പാവികളായ സാധുക്കളാ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ ഒരാളെയും നീ പെട്ടെന്ന് മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യ, മക്കള്, മാതാപിതാക്കളെ യതീമാകുന്ന മരണം നൽകല്ലേ അല്ലാ. അപകട മരണം നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നീ മരിപ്പിക്കല്ലേ അല്ലാ. വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകണേ അല്ലാ. നിന്റെ പ്രത്യേകമായ കാവല് നൽകണേ അല്ലാ. ഹോസ്പിറ്റലും വെന്റിലേറ്ററിലും ഐസിയുവിലും കിടക്കുന്ന ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അത്തരത്തിലുള്ള രോഗം നൽകല്ലേ അല്ലാ. പഠിച്ചവനെ, ഒരുപാട് ആളുകൾ കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. കടം വീട്ടാൻ കഴിയുന്നില്ല എന്ന് വിഷമം പറഞ്ഞവരുണ്ട്. പഠിച്ചവന് എത്ര വലിയ കടമുണ്ടെങ്കിലും, ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുണ്ടെങ്കിലും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ തരണേ അല്ലാ. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ തമ്മാടികളാക്കല്ലേ അല്ലാ, റൗഡികളാക്കല്ലേ അല്ലാ. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളാക്കല്ലേ അല്ലാ. 5 വക്ത് നിസ്കാരം നിർവഹിക്കുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന നല്ല മുത്തഖീങ്ങളാക്കണേ അല്ലാ. വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഖൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, പകുതിയിലാണെന്ന് പറഞ്ഞവരുണ്ട്. പടച്ചവനെ, എളുപ്പത്തിൽ നീ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. സിഹിർ, കണ്ണീർ, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ശർറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കൂട്ടുകുടുംബക്കാര് കൊണ്ട് ഏൽപ്പിച്ചവരെ, ഞങ്ങളെ വീട്, ഞങ്ങളെ ജോലി, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ്, കൃഷി, വാഹനം, എല്ലാത്തിനെയും നീ സിഹിർ, കണ്ണീർ, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. ആരും സഹായിക്കാനില്ലാത്ത മഹ്ശറയിലും ഖബറിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ. ഫളിയത്താക്കല്ലേ അല്ലാ. കള്ളക്കേസിൽ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. സാമ്പത്തിക മാന്ദ്യം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. കടം നൽകല്ലേ അല്ലാ. ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും പണവും നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ, യാചിക്കാതെ, അന്തസ്സോടെ, ഇസ്സത്തോടെ കൂടിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ സർവ്വ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. നീ റഹ്മത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളെയും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ നീക്കി കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم تب
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين السلام عليكم.